ഹലോ എവരിവൺ. നമ്മൾ ഇന്നലെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പൈത്തണിന്റെ. അപ്പം നമ്മൾ ഇന്ന് ബാലൻസ് പോർഷൻ ചെയ്യാണ്. അപ്പം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ അറൗണ്ട് 15-7 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് 2 പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ടല്ലോ, ആ സിലബസിന്റെ ഫസ്റ്റ് പോർഷനിലെ ഒരു 8 ടോപ്പിക്സ് ഉണ്ട്. 8-ന് 4 ടോപ്പിക്സ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി ടോപ്പിക്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ഇത് കാണണം, ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അവിടെ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ ഡയറക്റ്റ് ഇത് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാണ്. നമുക്കിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തിയററ്റിക്കലി പെട്ടെന്ന് പറയാൻ വേണ്ടിയില്ല, നമ്മൾ നേരെ ക്ലാസ്സിൽ കയറാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പൈത്തൺ വേരിയബിൾസ്, പൈത്തൺ കോൺസ്റ്റന്റ്, ദെൻ യൂസർ ഇൻപുട്ട്, ഡാറ്റ ടൈപ്പ് കാസ്റ്റിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രിംഗ് മെത്തേഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ വേരിയബിൾസിലേക്ക് പോവാം. പൈത്തൺ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വേരിയബിൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്ക് ഡേറ്റാസ്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് വേണം, അല്ലെ, ഒരു മെമ്മറി സ്പേസ് വേണം. ആ മെമ്മറി സ്പേസിന് ഒരു നെയിം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ നെയിമിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ഇസ് എ നെയിം ആണ്, നെയിം ലൊക്കേഷൻ യൂസ് ടു സ്റ്റോർ ഡേറ്റ ഇൻ ദ മെമ്മറി. ദാറ്റ്സ് എ ഡെഫിനിഷൻ. അപ്പോൾ അതൊരു കണ്ടെയ്നർ ആയിട്ട് വിചാരിക്കുക. ഡേറ്റനെ ഹോൾഡ് ചെയ്തൊരു കണ്ടെയ്നർ ആണ് നമ്മുടെ ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നെയിം എന്ന് കൊടുത്തു. ഇപ്പൊ നെയിം എന്ന് കൊടുക്കുന്ന സമയത്ത് അത് നെയിം എന്ന് പറയുന്നൊരു വേരിയബിൾ നെയിം ആയിട്ട് മാറും. ഇവിടെ നെയിം എന്ന് പറയുന്നതാണ് വേരിയബിൾ. ഓക്കെ, ഇവിടെ നെയിം എന്ന് പറയുന്നതാണ് വേരിയബിൾ. അതിന്റെ വാല്യൂ ആണ് അബി എന്ന് ഉള്ളത്. അത് സ്ട്രിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഡേറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിരുന്നു. സോ കോട്ട് കൊടുക്കുമ്പോൾ അത് സ്ട്രിങ് ആയി മാറും. We have created a variable named name and we have assigned the value abi to the variable. Abi എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ തിങ്. ദെൻ നമ്മൾ അസൈൻമെന്റ് ഈ വാല്യൂസ് എങ്ങനെ അസൈൻ ചെയ്യാം? ഇതിപ്പോ സിംഗിൾ വേരിയബിൾ അസൈനിങ് ആണ് ആക്ച്വലി, അല്ലെ. ഒരു സിംഗിൾ വാല്യൂനെയാണ് നമ്മളിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസിനെ അറ്റ് എ ടൈം അസൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. സ്പീഡ്, ഡിസ്റ്റൻസ്, നെയിം, ഇത് മൂന്നും നമ്മൾ ഒരേപോലെ കൊടുക്കുന്നു. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന എത്ര വേരിയബിൾസ് ഉണ്ടോ, എത്ര വേരിയബിൾസ് അതിനകത്ത് പാസ് ചെയ്യുന്നു, അത്രയും കൗണ്ട് വാല്യൂസ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് വരുന്ന വേരിയബിളിന്റെ ഫസ്റ്റ് വരുന്ന വാല്യൂ അസൈൻ ചെയ്യും, സെക്കൻഡ് വരുന്ന വേരിയബിളിന് സെക്കൻഡ് നെയിം അസൈൻ ചെയ്യും, സെക്കൻഡ് വാല്യൂ അസൈൻ ചെയ്യും, തേർഡ് വരുന്ന വേരിയബിളിന് തേർഡ് വാല്യൂ അസൈൻ ചെയ്യും. അങ്ങനെ അസൈൻ ചെയ്തു പോകാം. ഇനി നമുക്ക് ഒരു ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് മൾട്ടിപ്പിൾ വാല്യൂ അസൈനിങ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊളാബിലോ പൈച്ചാമിലോ അല്ലെങ്കിൽ സബ്ലൈമിലോ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഇപ്പം ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന എന്താണോ അതിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിനകത്ത് ഡെസ്ക്ടോപ്പിനകത്താണ് എൻ്റെ ഫോൾഡറിനകത്ത് കിടക്കുന്നത്. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ആയിരിക്കും ഇട്ടേക്കെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളത് ക്രിയേറ്റീവ് ആയിട്ടുള്ളത് അവിടെ തന്നെ വെക്കാം. ഞാനിപ്പം അതിനകത്ത് കയറുകയാണ്. ഓക്കെ, നമുക്കിപ്പം ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് എന്താണ്? ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. സോ പേര് അതിന് സെക്കൻഡ് ക്ലാസ് കൊടുക്കാം. ക്ലാസ്. ഓക്കെ, ആദ്യം നമുക്ക് പഠിക്കേണ്ട കാര്യം നമ്മുടെ വേരിയബിൾസ് അസൈൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ നെയിം ഈസ് ഈക്വൽ ടു അബി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നെയിം എന്ന് നോക്കിക്കഴിഞ്ഞാല് അബിന്ന് കിട്ടും. ഇന്നലെ പറഞ്ഞ കാര്യമാണ്, എന്നാലും നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് നെയിം. ഓക്കെ, സ്ട്രിങ് ആണ്. ദെൻ നമ്മൾ അടുത്ത പഠിച്ചത് എന്താണ്? നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ അസൈൻ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സിംഗിൾ വേരിയബിൾ ആയിരുന്നു, ഈ മൾട്ടിപ്പിൾ വേരിയബിൾസിനെ അസൈൻ ചെയ്യുന്ന കാര്യം. അപ്പം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 60 ഇരിക്കട്ടെ, ഡിസ്റ്റൻസ് 120 കിലോമീറ്റേഴ്സ് ഇരിക്കട്ടെ. ഇനി ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ സ്പീഡ് എന്നുള്ളത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ ഡിസ്റ്റൻസ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഡിസ്റ്റൻസ് നോക്കി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ നെയിം എന്ന് പറഞ്ഞു നോക്കിയാലും ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് നമ്പർ ഓഫ് വാല്യൂസ്, നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്പർ ഓഫ് വാല്യൂസ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ ഇങ്ങനെ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എത്ര വാല്യൂസ് ഉണ്ട് അത്രയും വേരിയബിൾസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ദെൻ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിലോട്ട് ഒരു വാല്യൂ അങ്ങനെ അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു, ഓക്കെ, അപ്പം നമ്മൾ എ പ്രിന്റ് ചെയ്താലും സി പ്രിന്റ് ചെയ്താലും സെയിം വാല്യൂ ആണ്. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. സോ നമ്മൾ നോട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പൈത്തൺ വേരിയബിൾസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന കേസ് പൈത്തൺ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് മൊഡ്യൂൾസിലാണ് ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമ്മൾ കോൾ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വർക്ക് സ്പേസിൽ വന്നിട്ട് ഒരു ന്യൂ എന്ന് പറഞ്ഞ് ഒരു ഫയൽ എടുക്കുക, ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഈ ടെക്സ്റ്റ് ഫയലിനകത്ത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, ഈക്വൽ ടു 3.14 എന്ന് കൊടുത്തു. ദെൻ സ്പീഡ് ലിമിറ്റ് ഈക്വൽ ടു 60 കൊടുത്തു. ദെൻ നെയിം ഈക്വൽ ടു അബി എന്നും കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിത് സേവ് ചെയ്യാണ്. ഇത് TXT ഫയൽ ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഇത് കോൺസ്റ്റന്റ് ഫയൽ ആയതുകൊണ്ട് ഞാൻ ഇതിന് പേരായിട്ട് സാമ്പിൾ എന്ന് കൊടുക്കുക. ഓക്കെ, കോൺസ്റ്റന്റിന്റെ വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്താണ് ഇപ്പൊ കണ്ടത്. അസൈൻമെന്റ് ആൻഡ് ഡിക്ലറേഷൻ ആണ് ഇപ്പൊ കണ്ടത്. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് അസൈൻ. അസൈൻ എന്ന് കൊടുക്കുക, അസൈൻ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ .py ആണ്, അസൈൻ .py. ഇതിന് നമ്മൾ ഓക്കെ കൊടുത്തു. ഇപ്പൊ ഇതൊരു PY ഫയലായി. കളർ ചേഞ്ച് ആയപ്പോൾ മനസ്സിലായി കാണും, ഇത് PY ഫയലായി. ഇനി നിങ്ങളത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കൺട്രോളേഴ്സ് എടുത്ത് സ്റ്റോർ ചെയ്യണം, എന്നാൽ മാത്രമേ സ്റ്റോർ ആവുള്ളൂ. ഓട്ടോമാറ്റിക് സ്റ്റോറിങ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചോണം. ദെൻ ഇപ്പൊ സ്റ്റോർ ആയി കാണുന്ന ഫയലിലേക്ക് നമുക്കിത് എങ്ങനെ ഈ ഒരു ക്ലാസ്സിലേക്ക് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട്, കീവേഡ് യൂസ് ചെയ്തിട്ട് അസൈൻ എന്നുള്ള പേര് ഇവിടെ കോൾ ചെയ്യുക. അസൈൻ. ഓക്കെ, ഇപ്പം ഇമ്പോർട്ട് അസൈൻ എന്നുള്ളത് നമ്മൾ ചെയ്തു. എറർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇത് സെയിം ഫോൾഡറിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ഫോൾഡറിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ എറർ വരും. ഇതിപ്പോൾ രണ്ടും വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് കിടക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡെസ്ക്ടോപ്പിനകത്ത് വർക്ക് സ്പേസിനകത്താണ് രണ്ടും കിടക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ഇതേപോലെ ഒരു ഫോൾഡറിനകത്താക്കിയിട്ട് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്, നമുക്കത് വിളിക്കാം. അതിന് വേണ്ടി ഇപ്പം ആ ഒരു മൊഡ്യൂൾ നെയിം ഡോട്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ നെയിം കൊടുത്തിട്ട് ഡോട്ട് കൊടുത്തതിന് ശേഷം ടാബ് നീക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ അതിനകത്ത് പൈ എടുക്കുകയാണ്. പൈ എടുക്കുന്ന സമയത്ത് 3.14 ആണെന്ന് കാണാം. ഇതൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ അസൈനകത്തുനിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് നോക്കാം, 60 ആണ്. ദെൻ അസൈനകത്തുനിന്ന് നമുക്ക് നെയിം നോക്കാം, അപ്പം അബിന്ന് കാണിക്കും. ഇതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിടത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനെ വേറൊരു ഫയലിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് കോൺസ്റ്റന്റ് വാല്യൂസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ഇപ്പം മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ട് എന്ന് പറയുന്നത് ലൈബ്രറീസിനെയും അതേപോലെ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൊഡ്യൂൾസിനെയും ഒക്കെ കോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് ഇമ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ലൈബ്രറി നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു എക്സാമ്പിളോടെ ആയപ്പോഴത്തേന്. ഓക്കെ, നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. ഓക്കെ, ഇപ്പൊ കോൺസ്റ്റൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ വേരിയബിൾസും കോൺസ്റ്റൻസും ഒക്കെ കൊടുക്കുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു ഐഡന്റിഫയേഴ്സ് കൊടുക്കുമ്പോഴുള്ള റൂൾസ്.
അത് തന്നെയാണ് ഏകദേശം. അതായത് ഇതിനകത്ത് നമുക്ക് ലോവർ കേസും അപ്പർ കേസും അതേപോലെ ഡിജിറ്റ്സും അണ്ടർസ്കോർ യൂസ് ചെയ്യാം, നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു സ്പെസിഫൈഡ് ആയിട്ട് എന്ത് വേരിയബിൾ ആണോ നമ്മൾ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള നെയിം തന്നെ കൊടുക്കുക. അല്ലാതെ വി എ ബി സി എന്നൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഡെവലപ്പറായി മാറാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയി വരിക എന്നുള്ളത് ആ ഒരു വേരിയബിൾ നിങ്ങൾ എന്താണ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ആ ഒരു വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് വാല്യൂ ആണ് നിങ്ങളോട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ആ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നെയിം ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വേരിയബിൾ നെയിം തന്നെ കൊടുക്കാം. അല്ലെ ഇപ്പൊ നമ്മൾ ഏജ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഏജ് തന്നെ കൊടുക്കുക. അതേപോലെ സ്പീഡ് ആണെങ്കിൽ സ്പീഡ്. ഓക്കെ, അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ യൂസർ നെയിം, സീറ്റ് ലിമിറ്റ്, ഇതൊക്കെ നമ്മൾ വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വേരിയബിൾ നെയിം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഉണ്ടാവുന്ന എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ മാക്സിമം കൊടുക്കുക. ദെൻ നമുക്ക് രണ്ട് വേർഡ്സ് വരുന്നതാണ് നമ്മുടെ ആ ഒരു വേരിയബിൾ നെയിം എങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അതൊക്കെ ഒരു റൂളാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ കൊടുത്തില്ല എന്ന് പറഞ്ഞ് കോഡ് വർക്ക് ചെയ്യാന്നിരിക്കില്ല, ബട്ട് ഒരു ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് യൂസ് ചെയ്യുന്ന ഒരു ഡെവലപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്, ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വേർഡ്സിന് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കൊടുക്കാം. ഫസ്റ്റ് വൺ സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് ദെൻ ക്യാപ്സ് വരുന്നത് അടുത്ത വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് വെക്കാം. ഓക്കെ, അതിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ കമ്പനികളിലും ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അണ്ടർസ്കോർ കൊടുത്തിട്ട് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കഴിവതും നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വേരിയബിൾസ് അസൈൻ ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദെൻ നമ്മൾ കോൺസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാപ്സ് കൊടുത്ത് കോൺസ്റ്റന്റ് വെയിറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ ഞാൻ തന്നെ കൊടുത്തപ്പം ഞാൻ PY മാത്രമേ ഉള്ളൂ ക്യാപ്സ് കൊടുത്തു. നെയിമും അതേപോലെ സ്പീഡ് എന്നൊക്കെ ഉള്ളത് ഞാൻ സ്മോൾ ലെറ്റേഴ്സ് ആണ് കൊടുത്തത്. അത് റൂൾസിന് അഗൻസ്റ്റ് ആണ്. നിങ്ങൾ കൊടുക്കുമ്പം ക്യാപ്സിൽ തന്നെ ചെയ്യാം. നമുക്ക് അപ്പർ കേസ് ലെറ്റേഴ്സ് ആണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വേരിയബിൾസ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഡിജിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സാമ്പിൾ ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി യൂസർ ഇൻപുട്ട്. ഇപ്പൊ നമുക്ക് മാനുവലി വാല്യൂസിനെയൊക്കെ ഓരോ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ അറിയാം. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് ഇങ്ങനെ റാൻഡംലി നെയിമുകൾ വരാറില്ല. ആൾക്കാർ ഓരോ യൂസർ വരുമ്പോഴും അവരവരുടെ പേരുകൾ ഇൻപുട്ട് ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പേജിനകത്ത് നമുക്ക് ഇങ്ങനെ മാനുവലി ആൾക്കാർക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനത്തെ എക്സാമ്പിൾസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ആണ് അതിനോട് യൂസ് ചെയ്യുക. ഇൻപുട്ട്, ഈ ഇൻപുട്ട് എന്ന് പറയുന്ന യൂസറിന് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി മാനുവലി അല്ല, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ വേരിയബിൾ ഇസ് ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കാതെ നമുക്ക് ഓരോ വട്ടം റൺ ചെയ്യുമ്പോഴും പിന്നെ റാൻഡംലി വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം ഓരോ വട്ടം റൺ ചെയ്യുമ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്ട്രിങ് ആയിരിക്കും. സ്ട്രിങ് ആണ് എപ്പോഴും അതിനകത്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, നമ്മളത് ഇൻഡിജർ ആണ് ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ പോലും ആ വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ സ്ട്രിങ് ആയി മാറും. അത് നമുക്ക് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ നമ്മൾ നെയിം ഇസ് ഈക്വൽ ടു നെയിം വേണ്ട യൂസർ നെയിം എന്ന് കൊടുക്കാം. യൂസർ നെയിം ഇസ് ഈക്വൽ ടു ഇൻപുട്ടിനകത്ത് കോഡ്സിനുള്ളിൽ എന്താണ് വിസിബിൾ ആവേണ്ട കോഡ്, സ്റ്റേറ്റ്മെന്റ് അത് കൊടുക്കുക. ഓക്കെ, എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തു. ദെൻ കോമ, എൻ്റർ യുവർ നെയിം. ഓക്കെ, ദെൻ ആ നെയിം കാണാൻ വേണ്ടിയിട്ട് പ്രിന്റ് യൂസർ നെയിം എന്ന് കൊടുക്കാം. അത് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ സിംഗ്ലാരിസ് സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്ന് കൊടുത്തു. ദെൻ നമ്മൾ എൻ്റർ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അത് നമുക്കിവിടെ വിസിബിൾ ആയി കാണാം. ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മാറ്റി കൊടുക്കുകയാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ അബി. ഓക്കെ,
ഓക്കെ, നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും വാല്യൂസ് കൊടുക്കാം. അത് ആ ഒരു വേരിയബിളിൽ സ്റ്റോർ ആയി നിൽക്കും. നമുക്കത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂസറിൽ നിന്ന് വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ ഫർദറായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ യൂസറിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കീവേഡ് നമ്മൾ പഠിച്ചു. ഇൻപുട്ട് എന്നാണ് ആ കീവേഡിന്റെ വാല്യൂ പേര്, ഇൻപുട്ട്. ഈ ഇൻപുട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻപുട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ യൂസർ ഇൻപുട്ട് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗ്. ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പിൽ ഇരിക്കുന്ന വാല്യൂവിനെ വേറൊരു ഡേറ്റ ടൈപ്പ് ആക്കുന്നതാണ്. ഓക്കെ, അത് ഞാൻ പറയാം. നമുക്ക് അതിന് മുന്നായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാൻ മറന്നുപോയി. നമ്മൾ തിയററ്റിക്കലി പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഈ ഒരു ഡേറ്റ ടൈപ്പ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജൂപ്പിറ്റർ നോട്ട്ബുക്കിനകത്ത് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് അതിന്റെ ടൈപ്പ് നോക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ടൈപ്പ് നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ടൈപ്പ് നോക്കുമ്പം ഇവിടെ ഇതിന്റെ ടൈപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ എപ്പോൾ എന്ത് കൊടുത്താലും ആ യൂസറിന് ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സ്ട്രിങ് ആവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ യൂസർ നെയിം എന്നുള്ളത് പ്രിന്റ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആണ്. ഇനി ഞാൻ ഇവിടെ ഈ ഒരു വാല്യൂ ഇൻപുട്ട് യുവർ നെയിം എന്നുള്ളത് 1 2 3 4 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇപ്പൊ എന്റെ വാല്യൂ 1 2 3 4 ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, യൂസർ നെയിം എന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് നമ്മളിത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാലും സ്ട്രിങ് എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് യൂസർ ഇൻപുട്ട് റൺ ചെയ്ത് നോക്കാം. യൂസർ നെയിം നോക്കുമ്പോൾ അതിന്റെ വാല്യൂ 1 2 3 4 തന്നെയാണ്, ബട്ട് കോഡ്സിനുള്ളിലാണ് വരുന്നത്. അതായത് അത് സ്ട്രിങ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കിനി ഈ സ്ട്രിങ്ങിനെ വേണമെങ്കിൽ ഇൻഡിജറായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗിനകത്ത് വരുന്നത്. സോ നമുക്കത് പഠിക്കാം. അത് പഠിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം. ഓക്കെ, ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ഇരിക്കുന്ന ഒരു വാല്യൂവിനെ വേറൊരു ഡേറ്റ ടൈപ്പ് ആക്കി മാറ്റുന്ന ആ ഒരു മെത്തേഡാണ് ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിനകത്ത് ഇൻഡിജർ ടു ഫ്ലോട്ട്, ഫ്ലോട്ട് ടു ഇൻഡിജർ, ദെൻ ഫ്ലോട്ട് ടു സ്ട്രിങ്, സ്ട്രിങ് ടു ഫ്ലോട്ട്. നമുക്ക് ആദ്യം തന്നെ ഇൻടു ഫ്ലോട്ടും ഫ്ലോട്ട് ടു ഇൻറ്റും ആദ്യം നോക്കാം. ഒരു ഇൻഡിജർ ആയിട്ടിരിക്കുന്ന ഒരു വാല്യൂവിനെ എങ്ങനെ ഫ്ലോട്ട് ആക്കാം, ദെൻ ഫ്ലോട്ട് ആയിട്ടിരിക്കുന്ന ഒരെണ്ണത്തിനെ എങ്ങനെ ഇൻഡിജർ ആക്കാം, ഈ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ ID1 എന്ന് പറഞ്ഞിട്ട് ഇൻഡ് ഫ്ലോട്ട് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ID1 ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു, ഒരു 1.34 കൊടുത്തു. ദെൻ നമ്മൾ ID1ന്റെ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു ഇൻഡിജർ ടൈപ്പ് ആണെന്നുള്ളത്. നിങ്ങൾ എപ്പോഴും പ്രിന്റ് കൊടുത്ത് ടൈപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പൈച്ചാമിലൊക്കെ ആണെങ്കിൽ പ്രിന്റ് ടൈപ്പ് കൊടുത്താൽ മാത്രമേ ടൈപ്പ് പ്രിന്റ് ആയി വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ഇൻഡിജർ ആണ് കാണാം. ഇനി നിങ്ങൾക്കത് ഫ്ലോട്ട് ആക്കണമെങ്കിൽ ജസ്റ്റ് യൂസ് ഫ്ലോട്ട് എന്നുള്ള കീവേഡിന്റെ പേര് ഫ്ലോട്ട് ID1, ആ ഒരു വേരിയബിൾ നെയിം ഇങ്ങോട്ട് പാസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ബട്ട് ഈ ഒരു ID1 ചേഞ്ച് ആവില്ല. അപ്പൊ നമുക്കത് ഫർദർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, കോൾ ചെയ്യുമ്പോൾ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ദാറ്റ് ഈസ് FL1 ഈക്വൽ ടു ഞാൻ ഫ്ലോട്ട് ഓഫ് ID1 കൊടുത്തു. ദെൻ നമ്മൾ FL1 റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ആണ്. ദെൻ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് FL1 നോക്കാം. അപ്പൊ നമുക്ക് ഫ്ലോട്ട് ആണെന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇൻഡിജർ ടു ഫ്ലോട്ട് മനസ്സിലാക്കാണല്ലോ. ഇൻഡിജർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിന് ജസ്റ്റ് ഫ്ലോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇൻഡിജർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിൽ ഇരിക്കുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിനകത്ത് ഇരിക്കുന്ന വാല്യൂ ഇൻഡിജർ ആണ്. ആ ഒരു വേരിയബിളിനെ നമ്മൾ ഫ്ലോട്ടിനകത്ത് കോൾ ചെയ്തിട്ട് ഒരു വേറൊരു വേരിയബിളോട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലോട്ട് വെച്ച് ഏത് വേരിയബിളായിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത് ആ വേരിയബിള് നമുക്ക് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോട്ട് ടു ഇന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഫ്ലോട്ട് ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് ഇരിക്കുന്ന ഒരു വേരിയബിളിനെ എങ്ങനെ ഇന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്.
അതിന് ആദ്യം നമുക്ക് ഫ്ലോട്ട് ആയിട്ടുള്ള വേരിയബിൾ എടുക്കാം. ഇപ്പം FL1 എന്നുള്ളത് ഫ്ലോട്ട് ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ നമുക്ക് എങ്ങനെ ഇൻഡിജർ ആക്കി മാറ്റാം എന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടി ID2 is equal to int of FL1 എന്ന് കൊടുത്തു. ദെൻ ID2 കൊടുത്തു. അപ്പം 34 ആയി. നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു വാല്യൂ എന്ത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 8.9 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്ലോട്ട് വിളിച്ചു. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് ഡെസിമൽ വരുന്ന ആ പോർഷൻ ഫുള്ളായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് യഥാർത്ഥം നമുക്കൊരു നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു റൗണ്ട് ഓഫ് ആണ് വരേണ്ടത് എന്ന് വരികയാണെങ്കിൽ ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നമാവും. ആ സമയം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു വേരിയബിൾ ആണ് മെത്തേഡ് ആണ് റൗണ്ട് എന്നുള്ളത്. ഇത് നമ്മുടെ നോട്ടിന് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. റൗണ്ട്. ഓക്കെ, ഓക്കെ, റൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഫ്ലോട്ട് കൊടുത്ത പോലെ തന്നെ, അതേപോലെ ഇൻഡ് കൊടുത്ത പോലെ തന്നെ നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി R1 is equal to നമ്മൾ ഓൾറെഡി പറഞ്ഞു വേരിയബിൾ അസൈൻ ചെയ്യുന്ന ഒരു ഫോമാറ്റ് ഇങ്ങനെ അല്ലാന്ന്. എന്നാലും നിങ്ങൾക്ക് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് അതിനൊരു മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേര് വേരിയബിൾ നെയിം തന്നെ കൊടുക്കുക. എന്താണ് അതിന്റെ വാല്യൂ അതിനെ മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള നെയിം തന്നെ കൊടുത്തു പോവുക. ദെൻ FL1 ചെയ്യുന്ന സമയത്ത് അത് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്യുമ്പം ഇപ്പം 8.9 ആയതുകൊണ്ട് 9 ആവും. ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു വാല്യൂനെ റീപ്ലേസ് ചെയ്യാണ് 5.3 വെച്ചിട്ട്. ഇത് റൺ ചെയ്യുമ്പം നമുക്ക് 5 ആയിരിക്കും വാല്യൂ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഈ റൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കീവേഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഈ റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗിനകത്ത് വരുന്നതല്ല. ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗിനകത്ത് ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യലാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ടൈപ്പ് കൂടെ നോക്കാം. ഓക്കെ, ഇൻഡ് ആവുന്നുണ്ട്, ബട്ട് ഇത് ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗിനകത്ത് ഇൻഡിജർ ടു ഫ്ലോട്ട് ഇൻഡിജർ ആണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ സ്ട്രിംഗ് ടു ഫ്ലോട്ട് ആണ്. ഓക്കെ, ഞാനത് അത് നോട്ടിലോട്ട് വന്നിട്ട് നമുക്ക് തിരിച്ച് ഇനി നമുക്ക് ഫ്ലോട്ട് സ്ട്രിങ്ങും സ്ട്രിംഗ് ടു ഫ്ലോട്ടും ആണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് രണ്ട് കാര്യങ്ങൾ അത് രണ്ടും പഠിച്ചിട്ട് നമുക്ക് ഇൻഡിലോട്ട് കണ്ടുവരാം. ഓക്കെ, ഈ ഒരു ഫ്ലോട്ട് സ്ട്രിങ്ങും സ്ട്രിംഗ് ടു ഫ്ലോട്ടും നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രിംഗ് ടു ഫ്ലോട്ട്. സ്ട്രിംഗ് ടു ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ്ങിനകത്തിരിക്കുന്ന വാല്യൂസ് ഫ്ലോട്ട് ആയിരിക്കണം, എന്നാൽ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്ട്രിംഗ് 1 ഈസ് ഈക്വൽ ടു 1.25 എന്നാണെങ്കിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം സ്ട്രിംഗ് 1 കൊടുക്കാമെങ്കിൽ അതിന്റെ വാല്യൂ 1.25 ആവും. ബട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു ആൽഫബറ്റ്സ് ആണെങ്കിൽ കൺവേർഷൻ എന്നുള്ളത് ഇമ്പോസിബിൾ ആവും. കാരണം അറിയാലോ അതിനകത്തുള്ളത് ഒരു സ്ട്രിംഗ് വാല്യൂ ആണ്. അപ്പം നമുക്ക് നിങ്ങളത് ഓർത്തിരിക്കുക. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കൺവേർഷൻസ് പോസിബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ചിലപ്പം ആ ഒരു സ്ട്രിങ്ങിനകത്തിരിക്കുന്ന വാല്യൂ ആൽഫബറ്റ്സ് ആയിരിക്കും. ആൽഫ ന്യൂമറിക് ആണെങ്കിലും പറ്റത്തില്ല, ന്യൂമറിക് തന്നെ ആയിരിക്കണം. ഇൻഡിജറോ ഫ്ലോട്ടോ ആവാം, അത് കുഴപ്പമില്ല. ബട്ട് അത് നമുക്ക് എന്തായിരിക്കണം, ആൽഫ ന്യൂമറിക് ആവാതെ ഒരു ഇൻഡിജറോ ഫ്ലോട്ടോ ആയിരിക്കണം. അത് ന്യൂമറിക് ആയിരിക്കണം, എൻ്റയർലി ന്യൂമറിക് ആയിരിക്കണം നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1.25 ആണ്. നമുക്കിത് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ഒരു ഇൻഡിജർ വാല്യൂ കൊടുക്കാം, 1.5 കൊടുക്കാം. ദെൻ ഫ്ലോട്ടോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഒരു ഫ്ലോട്ടിക് ഫോർമാറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ.
ദെൻ നമ്മൾ ഇതിന്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല, നമുക്ക് സ്റ്റോർ ചെയ്യാം. FL2 is equal to float of value കിട്ടും. ദെൻ നമ്മൾ FL2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കാണാൻ പറ്റും. ഇതിന്റെ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രിംഗ് ടു ഫ്ലോട്ട് പഠിച്ചു. ഇനി നമുക്ക് ഫ്ലോട്ട് ടു സ്ട്രിംഗ് നോക്കാം. ഈ ഫ്ലോട്ട് ടു സ്ട്രിംഗ് വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഒരു ഫ്ലോട്ടിക് ആയിട്ടുള്ള ഒരു വാല്യൂ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. അത് എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഫ്ലോട്ട് ഫോമാറ്റിലുള്ളത്. ദെൻ അതിന് നമ്മൾ ജസ്റ്റ് str എന്ന് കോൾ ചെയ്യണം. ഓക്കെ, സ്ട്രിംഗ് ആക്കണമെങ്കിൽ നമ്മൾ str ആണ് കോൾ ചെയ്യുന്നത്. str എന്ന് കോൾ ചെയ്യുക. അത് സ്ട്രിങ്ങിന്റെ കീവേഡ് അതാണ്. തന്നെ റൺ ചെയ്യുമ്പോഴത്തേന് അതൊരു കോഡ്സിനുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നോക്കാം. സ്ട്രിംഗ് ടൈപ്പ് നോക്കുമ്പോൾ സ്ട്രിംഗ് ആണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ഫ്ലോട്ട് സ്ട്രിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഞാൻ പറയുന്നുണ്ട്, ഡൗട്ട്സിനെ ചോദിക്കണം. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത്, മാക്സിമം ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇൻടു സ്ട്രിങ്ങും സ്ട്രിംഗ് ടു ഇൻഡിജറും ആണ്. ഇൻഡിജറിനെ എങ്ങനെ ഒരു ഇൻഡിജറിനെ സ്ട്രിംഗ് ആക്കാൻ പറ്റും, പിന്നെ ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ ഇൻഡിജർ ആക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. സോ കെയർഫുൾ ആയിട്ട് നോക്കുക. ആദ്യം തന്നെ സ്ട്രിംഗ് ടു ഇൻഡിജർ തന്നെ പറയാം. സ്ട്രിംഗ് ടു ഇൻറ്റ്. ഈ സ്ട്രിംഗ് ടു ഇൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിനകത്ത് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുന്ന വേരിയബിൾസ്, സ്ട്രിംഗിനകത്ത് കൊടുക്കുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂ ഒരു ഇൻഡിജർ ഫോർമാറ്റിലായിരിക്കണം. ഓക്കെ, സ്ട്രിംഗിനകത്ത് കോഡിനകത്ത് വരുന്ന വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്ട്രിംഗ് str1 എന്ന് കൊടുക്കാം. str1 ഈക്വൽ ടു കോഡിനകത്ത് ഒരു 1 2 3. ഇതിപ്പോൾ ഇൻഡിജർ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്, ഈ ഒരു 1 2 3 എന്നുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്, പറഞ്ഞുതരാം എന്താണെന്ന്. ടൈപ്പ് ഓഫ് str1 നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിംഗ് ആണ്. ദെൻ നമ്മൾ ഇൻറ്റ് കോൾ ചെയ്തു ഇൻഡിജറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റ് എന്നാണ് കോൾ ചെയ്യുക. str1നെ കോൾ ചെയ്യുമ്പോൾ അത് ഇൻഡിജറായിട്ട് കൺവേർട്ടഡ് ആയി. അത് കൺവേർട്ട് ആയിട്ടുണ്ടെന്ന് നോക്കാൻ വേണമെങ്കിൽ int1 is equal to എന്ന് കൊടുക്കാം. ടൈപ്പ് ഓഫ് int1. ഓക്കെ, ഇൻഡിജർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു എററിനെ കുറിച്ച് പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, ഈ കൊടുക്കുന്ന ഫോർമാറ്റിനകത്ത് ഒരു ഡെസിമൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിന് ഇൻഡിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ അതിനകത്തിരിക്കുന്ന ഫോർമാറ്റ് നമ്മുടെ ഡാറ്റ ടൈപ്പുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പം അത് ഇപ്പൊ ഫ്ലോട്ട് ആണല്ലോ ആക്ച്വലി അതിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ എറർ വരുന്നത്. നമുക്ക് നോക്കാം എറർ വരുന്നത്. ഓക്കെ, ഇത് ബേസ്ഡ് ഓൺ എറർ എന്ന് പറയും. അപ്പം വാല്യൂ എറർ ഇൻവാലിഡ് ലിറ്ററൽ ഫോം ബേസ്ഡ് ഓൺ എന്ന് വെച്ചാൽ ആ ഒരു വാല്യൂ ഒരു ഇൻഡിജറിന്റെ വാല്യൂ അല്ല അതിനുള്ളിൽ വരുന്നതാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എറർ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻറ്റിന് മുന്നായിട്ട് നമ്മളൊരു ഫ്ലോട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം. ദെൻ നമ്മൾ int1 എടുക്കുക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ സമയത്ത് ഡയറക്റ്റ് ഇൻഡിജർ ടു സ്ട്രിംഗ് അല്ല, സോറി സ്ട്രിംഗ് ടു ഇൻഡിജർ അല്ല, പകരം സ്ട്രിംഗ് ടു ഫ്ലോട്ട്, ഫ്ലോട്ട് ടു ഇന്റ് ആണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം, നമ്മൾ ഇപ്പം സ്ട്രിംഗ് ഇന്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കോംപ്ലക്സിന്റെ കേസുകളാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ കോംപ്ലക്സിന്റെ കാര്യം പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ഇൻഡിജർ ടു കോംപ്ലക്സ് അതേപോലെ ഫ്ലോട്ട് ടു കോംപ്ലക്സ് രണ്ടും വൺ സൈഡ് ഓപ്പറേഷനെ പോസിബിൾ ആവുള്ളൂ. കോംപ്ലക്സ് ടു ഇൻഡിജറും കോംപ്ലക്സ് ടു ഫ്ലോട്ടും പോസിബിൾ അല്ല. കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം അത് രണ്ടും നോക്കാം. ഓക്കെ,
ഇൻറ്റു കോംപ്ലക്സ്. ഇതേപോലെ ഫ്ലോട്ട് കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡിജർ ആയിട്ടൊരു വാല്യൂവിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 56 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. ദെൻ നമ്മൾ അതിനെ കോംപ്ലക്സ് ആക്കുകയാണ്. സോ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക. കോംപ്ലക്സ് ഓഫ് ഇൻറ്റു 2 എന്ന് കോൾ ചെയ്താൽ അത് കൺവേർഷൻ നടക്കും. ഇതിന്റെ റിയൽ പാർട്ടായിട്ട് 56 എടുക്കും. ദെൻ ഇമാജിനറി പാർട്ടായിട്ട് 0 എടുക്കും. എന്നിട്ട് നമുക്ക് അതിനെ തരും. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാം. com1 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. നമുക്ക് അതിന്റെ ഡേറ്റ ടൈപ്പ് നോക്കാമെങ്കിൽ ഡേറ്റ ടൈപ്പ് നോക്കാന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ആണെന്ന് കാണാൻ പറ്റും. ഞാൻ എഗെയിൻ പറയുന്നു, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കും കൊളാബും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഐഡിയ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈപ്പ് എന്ന് ഡയറക്റ്റ് കൊടുക്കരുത്. അതിന് മുമ്പ് പ്രിന്റ് കൊടുക്കുക. കാരണം അതിനകത്ത് സിംഗിൾ ലൈൻ ആയിട്ടല്ല വർക്ക്ഔട്ട് ചെയ്യുന്നത് മിക്ക ഇതിനകത്തും. അപ്പം ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് അവിടെ കിട്ടില്ല. അപ്പൊ നമ്മൾ പ്രിന്റ് കൊടുത്തതിന് ശേഷം ചെയ്യുക. പ്രിന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല. ദെൻ നമ്മൾ ഇപ്പൊ പറഞ്ഞു, ഇനി നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വാല്യൂവിനെ കോമൺ പറഞ്ഞ സ്റ്റോർ ചെയ്തില്ലേ, ഇത് തിരിച്ച് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, com1നെ നമുക്ക് തിരിച്ചൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഇൻറ്റിജറിലോട്ട്. ഇൻറ്റോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? ഇൻറ്റ് വേണം. ഇൻറ്റോ com1 കൊടുക്കാം. ഓക്കെ, കോംപ്ലക്സ് ടു ഇൻറ്റ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല, ടൈപ്പ് എറർ ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻറ്റിജർ ടു കോംപ്ലക്സ് പറ്റും, കോംപ്ലക്സ് ടു ഇൻറ്റിജർ പറ്റില്ല. അതേപോലെ ഫ്ലോട്ട് ടു കോംപ്ലക്സ് പറ്റും, കോംപ്ലക്സ് ടു ഫ്ലോട്ടും പറ്റില്ല. ഓക്കെ, ടൈപ്പ് എറർ ക്രിയേറ്റ് ചെയ്യും. ഇതിന് ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതൊരു റിയൽ പാർട്ടും ബാക്കിയുള്ള ഇമാജിനറി പാർട്ടുമായിട്ട് വരും. ദെൻ നമ്മൾ ഈ ഒരു കോംപ്ലക്സിന് നമുക്ക് com2ലോട്ട് സ്റ്റോർ ചെയ്യാം. com2 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. ഈ com2 ഇസ് ഈക്വൽ ടു സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ഓഫ് com2 നോക്കിക്കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് ആയിരിക്കും. ദെൻ നമ്മളത് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. com2നെ ഒരു ഫ്ലോട്ടിനകത്തേക്ക് കോൾ ചെയ്യാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. സെയിം ടൈപ്പ് എറർ ക്രിയേറ്റ് ചെയ്യും. ടൈപ്പ് എറർ കൺവേർട്ട് ചെയ്യാനുള്ളത് പോസിബിൾ അല്ല. ഇത് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സ്ട്രിങ്ങിനകത്ത് വരുന്ന വാല്യൂ ഒരു ഫ്ലോട്ടിക് വാല്യൂ ആണെങ്കിൽ, കോട്ടിനുള്ളിലുള്ള ഒരു ഫ്ലോട്ടിക് വാല്യൂ ആണെങ്കിൽ അതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് കൺവേർഷൻ പറ്റില്ല. അതേപോലെ നമുക്ക് കോംപ്ലക്സ് ടു ഇൻറ്റും കോംപ്ലക്സ് ടു ഫ്ലോട്ടും പോസിബിൾ അല്ല. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രിങ്ങിനെ കോംപ്ലക്സ് ആക്കാനും കോംപ്ലക്സിനെ സ്ട്രിങ് ആക്കാനുമാണ്. ഓക്കെ, ലാസ്റ്റ് പോർഷൻസ് ആണ് ഡേറ്റ ടൈപ്പിന്റെ. സ്ട്രിങ് ടു കോംപ്ലക്സ് ആൻഡ് കോംപ്ലക്സ് ടു സ്ട്രിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. കോംപ്ലക്സ് ടു സ്ട്രിങ് അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു സ്ട്രിങ് എടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് HTML കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഇത് ടൈപ്പ് എറർ അല്ല, വാല്യൂ എറർ ആണ്. സ്ട്രിങ്ങിനകത്ത് വരുന്ന വാല്യൂ അതൊരു കാറ്റഗറിക്കൽ വാല്യൂ ആയതുകൊണ്ടാണ് പ്രശ്നം. ആൽഫാന്യൂമറിക് ആവരുത്. ആൽഫാന്യൂമറിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം ഇതാണ്. ആൽഫയോ എൻറ്റയർലി ആൽഫ ആയിരിക്കരുത്. ആൽഫ എന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് ആയിരിക്കരുത്. അതുപോലെ ആൽഫ ന്യൂമറിക് വരുന്നത് ആൽഫ പ്ലസ് ന്യൂമറിക് ആയിട്ടും കാര്യമില്ല. ന്യൂമറിക് വാല്യൂ ആയിരിക്കണം. അതൊരു ഇൻഡിജറോ ഫ്ലോട്ടോ എനിത്തിങ് അതായാലും കുഴപ്പമില്ല, നമുക്ക് വാല്യൂ കിട്ടും. ബട്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഇത് സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ com3 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു.
ദെൻ ടൈപ്പ് ഓഫ് കോം3 എടുക്കുകയാണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് തന്നെ കിട്ടും. ഓക്കെ, അത് മാത്രം ഓർത്തിരിക്കുക. ഇവിടെ കൊടുക്കുന്ന സമയത്ത് ആ സ്ട്രിങ്ങിനകത്ത് വരുന്ന വാല്യൂസ് ഇൻഡിജർ ആയിരിക്കണം അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കണം. കൺവേർഷന് വേണ്ടി വരുമ്പോൾ അതിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ തന്നെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കോംപ്ലക്സിനെ തിരിച്ച് സ്ട്രിങ് ആക്കാൻ വേണ്ടി ഇപ്പൊ കോം3 എന്നുള്ളത് നമ്മുടെ കോംപ്ലക്സ് വാല്യൂ ആണ്. അത് നമുക്ക് എങ്ങനെ സ്ട്രിങ് ആക്കാന്ന് വെച്ചാൽ str ഓഫ് കോം3 കോൾ ചെയ്താൽ മതി, അത് കൺവേർട്ട് ചെയ്ത് സ്ട്രിങ് ആയി വരും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു ഡേറ്റ ടൈപ്പ് കാസ്റ്റിംഗിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നലത്തേനൊക്കെ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നോട്ട്സ് ആണെങ്കിലും അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ദെൻ നമ്മളിപ്പോൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 2 ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വീഡിയോ ഇടുന്നില്ല, കാരണം നിങ്ങൾക്ക് ഫുള്ളി ലെങ്തി വരുമ്പോൾ കുറച്ച് അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ സെക്കൻഡ് പാർട്ട് ഇടാം, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇതുവരെയുള്ള പോർഷൻ കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ഡയറക്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഡൗട്ട്സ് ഉണ്ടായിരിക്കും, നിങ്ങൾ മടി കാണിക്കരുത് ചോദിക്കാൻ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ചോദിക്കാൻ, അത് ഓർക്കുക. അതുകൊണ്ട് തന്നെ നന്നായി നോക്കുക. ഈ ഒരു ആഴ്ച കൊണ്ട് നിങ്ങൾ പൈത്തൺ അത്യാവശ്യം നല്ലൊരു കോഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും കൂടെ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്താലേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനകത്ത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കാൻ പറ്റുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 2 അവർ നമുക്ക് പൈത്തൺ പഠിക്കാനായിട്ട് ഈ ഒരു 1 വീക്ക് മാറ്റി വെക്കുക. അത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളേ ഉള്ളൂ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഞാൻ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇടാം. ഓക്കെ.